ഇങ്ങനെ നോക്കുന്ന? എനിക്ക് വർക്കുണ്ട്, അത് പോയി ചെയ്യട്ടെ. ഡി നിക്കവിടെ. നീ എന്താ ഇപ്പൊ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പോണോ? നിനക്ക് വീട്ടിലൊന്നും പോകണ്ടേ? ഇല്ല സാർ, എനിക്ക് വർക്കുണ്ട്, ഒരുപാട് വർക്കുണ്ട്. അത് ചെയ്ത് തീർത്തിട്ടേ പോകുന്നുള്ളൂ. അത് ശരി. അപ്പോ ഇന്നും ലേറ്റ് ആയിട്ട് പോവാനാണ് നിന്റെ ഉദ്ദേശം? അതെന്താ സാർ അങ്ങനെ പറയുന്ന? ഞാൻ അന്ന് ലേറ്റ് ആയിട്ട് പോയതല്ലോ, സാറ് കാരണമല്ലേ. എന്നിട്ട് ഇന്നിനി എത്ര മണിക്ക് പോവാനാ തന്റെ പ്ലാൻ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ലേറ്റ് ആവുമായിരിക്കും. സാറെന്തായാലും പോ ലേറ്റ് ആവല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, സാറിന്റെ കൂടെ. ഓഹോ, അത് ശരി. അപ്പോ ലേറ്റ് ആയിട്ട് എന്റെ കൂടെ കാറിൽ ഒരുമിച്ച് വരാനാണ് പ്ലാൻ. നല്ല അവിടെ പോയിരുന്ന് സമാധാനത്തോടെ വർക്ക് ചെയ്യാം. ജമേ എന്തോ നാടി അടക്കാക്കുരുവി, നിനക്ക് എപ്പോഴും ഈ വീഴ്ചയാണല്ലോ. വീണെടുത്ത് നിന്ന് ഒരു ഉയർച്ചയൊക്കെ വരണ്ടേ, ഒന്ന് ഉയർന്നു വരണല്ലോ. ജസ്റ്റ് ലൈക്ക് ഒരു ഷാഗ് പോലെ. സർ, താങ്ക് യു സർ, എന്നെ പിടിച്ചതിന്. എന്തോ നാടി നീ പറയുന്ന മലയാളം തന്നെയാണോ? അതെ സാർ, സാറിനെ കേട്ടിട്ട് ഇംഗ്ലീഷ് പോലെ തോന്നുന്നുണ്ടോ? എന്നാ അത് എന്റെ പ്രശ്നമല്ല, സാറിന്റെ തലക്ക് കാര്യമായിട്ടൊന്നും പ്രശ്നമുണ്ട്. അത് പോയി കാണിച്ചാൽ മതി, ശരിയായിക്കോളും. നിക്ക് 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 നിക്ക്, സോറി സാർ. പിന്നെ താങ്ക്സ് കേട്ടോ, എന്നെ വീയാൻ പോകുമ്പോ പിടിച്ചതിന്. നീ ഇങ്ങനെ എപ്പോ വീയാൻ പോകുമ്പോ എപ്പോ ഇങ്ങനെ കൂടെ പിടിക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നീളില്ലാന്ന് വെച്ച് ഹൈ ഹീൽസ് ഇടുന്നത് ഒഴിവാക്കിയ നിനക്ക് കൊള്ളാം. ഓ പിന്നെ എന്നിട്ട് വേണം സാറിനെ അടുക്കാൻ കുരുവിനെ വിളിച്ച് കളിയാക്കാൻ അല്ലേ? അത് നീ ഹീലിട്ടാലും എന്റെ കാൽ ഭാഗം പോലും വലുപ്പം നീയില്ല. പിന്നെ നിന്നെ അടക്കാ കുരുവിനല്ലാതെ എന്ത് വിളിക്കാനാ? അത് ഗേൾസ് അല്ലെങ്കിലും എല്ലാരും നിങ്ങളെ പോലെ വലപ്പുണ്ടാവണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹൈറ്റിലുള്ള കാര്യം വർക്കിലാണെന്ന്. ഓ, എന്നിട്ട് വർക്കൊക്കെ നീ ഭയങ്കര കൃത്യനിഷ്ഠയോടാണല്ലോ ചെയ്ത് തീർക്കുന്ന. അതെന്നാ ടോക്കാ ബോസ്? ഞാൻ ഏത് വർക്കാ മര്യാദക്ക് ചെയ്യാത്ത? ഈ പ്രൊജക്ട് ഞാൻ നാളെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്ത് വർക്കാ ഞാൻ മര്യാദക്ക് ചെയ്യാത്ത? പറയാൻ. ഏയ് മതി, പോയി നീ ആദ്യം തന്നിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. കൂടുതൽ ഡയലോഗ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വേണ്ട. ആയിക്കോട്ടെ, ഞാനത് ചെയ്തോളാം. പിന്നെ നിങ്ങള് വലിയ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് വല്ല ഷാറൂഖ് ഖാനാണെന്നോ അമിതാഭ് ബച്ചനാണെന്നോ ഋത്തിക് റോഷൻ ആണെന്നോ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ കാണാൻ ശരിക്കും പറഞ്ഞ പാടത്ത് കോലം വെച്ച പോലെയുണ്ട്, കണ്ണു തട്ടാതിരിക്കാനേ. അടക്കാക്കുരുവി, നിന്നെ കൈ കിട്ടും, കാണിച്ചു തരാൻ ഞാൻ. എങ്ങോട്ടേക്കാണ് വെള്ളമൊക്കെ ആയിട്ട്? അത് സ്റ്റീഫൻ സാറിനാടേ. സ്റ്റീഫൻ സാറിനോ? സാറിന് എന്തോ പറ്റിയടി? എന്റെ സാറിനെ നീ കൊന്നോ? അങ്ങേർക്കൊന്നും പറ്റില്ല. അങ്ങനെ നേരത്തെ കുറച്ച് വെള്ളം ചോദിച്ചില്ലേ, അത് കൊണ്ടേ കൊടുക്കാൻ പോവാടേ. ഓ അതിനാലേ. അത് നേരത്തെ ആ ഊളംപാറയിന്ന് വന്നവള് കൊടുത്തില്ലായിരുന്നോ? ഊളംപാറയിന്ന് വന്നത് നിന്റെ മറ്റവളാടാ, താറാവേ. ഡീഡി അത് വേണോ? വേണം. അവന്റെ മറ്റവള് ഇപ്പൊ ആ മദാമയല്ലേ, പിന്നെന്താ? നീ സീക്രട്ട് പറയുവാണേ, പതിയെ പറ. നീ പറയുന്നത് എനിക്കിവിടെ കേക്കാം. ഓ അതിനാണല്ലോ, നീ കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പറയുന്ന. എന്റെ ദൈവമേ, ഒരു പഞ്ഞി കിട്ടോ എന്തോ. കർത്താവേ, ഇവിടെ നിന്ന എന്നെയും ഊളംപാറയിൽ കെട്ടിയിടേണ്ടി വരും. വിട്ടോടെ അന്നമ്മ. സാർ, മേ ഐ? യെസ്, കമിങ്. ഇതാ സാർ, സാറ് ചോദിച്ച വെള്ളം. അവിടെ വെച്ചേക്ക്. അല്ല സാറേ, സാറിന് എന്താ പെട്ടെന്ന് പറ്റിയേ? അതൊന്നുമില്ല, തമ്പക്കോ. അല്ല സാർ, പോവാനോ? സാറല്ലേ ഒരാളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ, അത് എന്തിനായിരുന്നു? അത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. മറന്നോ? സാറൊന്ന് ഓർത്തു നോക്കിയേ. അതെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ വന്നാ തന്നെ വിളിക്കാം. ശരി, കുറച്ചേരം ഇവിടെ നിക്കാന്നോർത്ത് വന്ന ഞാനിപ്പോ ആരായി? എന്നാ പിന്നെ താൻ ചെല്ല്, വെറുതെ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? ഓക്കെ സാർ.
പിന്നെ വെള്ളം കുടിച്ചേക്കണേ, മറക്കണ്ട കേട്ടല്ലോ. ആ ആ ഓക്കെ. ഇനിയിപ്പോ സാറിന് എന്നെ മനസ്സിലായോ? മനസ്സിലാക്കി തന്നെ എന്താ സാറ് അതിനെ പറ്റൊന്ന് സംസാരിക്കാത്ത? എന്നാലും എന്തായിരിക്കും അത്? ഒന്നുറപ്പ ഇവളായിട്ട് എനിക്ക് എന്തോ ഒരു പരിചയമുണ്ട്. ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇഷാനി എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത്. അതുപോലെ എന്തേലും പോസ്റ്റ് ഇവളായിട്ട് എനിക്കുണ്ടാവോ? ഞാനത് മറന്നതായിരിക്കോ? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെന്താ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നേ? പിന്നിപ്പോ ഇങ്ങേർക്ക് അൽഷിമേശ്വരതും. കൊറേ നേരായാലോ, എന്താ നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന? അത് ഒന്നുമില്ലടാ, ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് കഴിക്കുമെന്ന് ആലോചിക്കായിരുന്നു. ആണോ? എന്നാ പിന്നെ നമുക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചേക്കാം. ശരിക്കും? ആടെ നീ ബാഗൊക്കെ എടുത്തു വെച്ച് വേഗം വരാൻ നോക്ക്. 5:30 ആടാ, ഇപ്പൊ വരാം. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ, ഒരു 2 minutes. ഓക്കെ, വേഗം ആയിക്കോട്ടെ. എത്ര നേരമായി, നീ എന്താ പോകുന്നില്ലേ? ഇല്ല സാറേ, വർക്ക് കഴിഞ്ഞില്ല, കുറച്ചുകൂടി ഉണ്ട്. വർക്ക് തീരാതെ ഞാൻ എങ്ങനെയാ പോകുന്ന? ആണോ? എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തോ, ഞാൻ പോവാ. ഞാനല്ല, ഞങ്ങൾ എല്ലാരും പോവാ. ഈ കമ്പനി കൂടി ക്ലോസ് ചെയ്യും. നീ ഇവിടെ ഇരുന്ന് രാവിലെ വരെ ഇരുന്ന് വർക്ക് ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. പോവാണോ? അതെന്താ സാറേ ഇത്ര പെട്ടെന്ന് പോകുന്ന? സാറ് ഏകദേശം 8 മണി 9 മണി ആ സമയത്തല്ലേ പോവാറ്? ഓ, അപ്പോ ഞാൻ തിരിച്ചു പോകുന്ന സമയം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ അറിഞ്ഞോണ്ട് ലേറ്റ് ആക്കുമല്ലേ എന്റെ കൂടെ വരാൻ വേണ്ടി? അത് നടക്കാൻ പോകുന്നില്ലടി, അടക്കാ കുരുവി. എന്താ പറ്റി സാർ? സാർ എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. ഇന്നിനി എനിക്ക് വേറെ വർക്കൊന്നുമില്ല ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് ഇന്ന് നേരത്തെ കമ്പനി ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഉണ്ട്. ഞാനിവിടെ എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്ന? ഒരു മിനിറ്റ്, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ഈ ഫയൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഒരുമിച്ച് പോണോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അല്ല, എന്തോന്ന് ഒരുമിച്ച് പോവാനോ? നിനക്ക് വണ്ടി ഉണ്ടല്ലോ, അതിൽ പോവാൻ നോക്ക്. ഒരുമിച്ചൊന്നും വരാൻ പറ്റത്തില്ല. അതെന്താ വരാൻ പറ്റാത്ത? വരാനൊക്കെ പറ്റും. നേരത്തെ സ്റ്റെല്ല ചേച്ചി പറഞ്ഞപ്പോ ഡാൻസ് സാറ് പെട്ടെന്ന് സമ്മതിച്ചല്ലോ. ഇതിപ്പോ ഞാനായതുകൊണ്ടല്ലേ? ഡേഡി, നീ എന്താ ഏലിയനാണോ? പതുക്കെ പറ. നീ പറയുന്നത് എന്താന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ഒരുമിച്ച് കാറിൽ പോവാം, ഓക്കെ? ഞാൻ പറഞ്ഞല്ലോ അത് പറ്റത്തില്ലെന്ന്. നിനക്ക് വണ്ടിയില്ലേ, അതിൽ പോയച്ചാ മതി. വണ്ടി ഉണ്ട്. വണ്ടി ഇന്ന് അർജുന് എന്തോ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞേക്കുവാ. അപ്പൊ അവന് വണ്ടി കൊടുക്കണം. അപ്പൊ എനിക്ക് വണ്ടി ഇല്ലല്ലോ. അല്ല, അവന് വേറെ വണ്ടി ഉണ്ടല്ലോ, പിന്നെന്തിനാ തന്റെ വണ്ടി? അവന് വണ്ടിയുണ്ട്, ബട്ട് അതിൽ പെട്രോൾ ഇല്ല. പെട്രോൾ കഴിഞ്ഞ് നിൽക്കുക. ഓ, അത് പ്രശ്നമില്ല. എന്റെ കയ്യില് ഒരു കുപ്പിയുണ്ട്, അത് ഞാൻ അവന് കൊടുത്തോളാം. കുപ്പിയോ? അപ്പൊ നിങ്ങൾ കള്ളും കുടിക്കുവോ? പതുക്കെ പറ, കള്ളല്ല, പെട്രോളിന്റെ കുപ്പി. അതായിരുന്നു കുപ്പി എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന്. സ്നേഹ എന്താ വരത്തെ? എത്ര നേരമായി നമ്മള് വെയിറ്റ് ചെയ്യണം. അവളിത് എവിടെ പോയി കിടക്കാം എന്തോ. എനിക്കിങ്ങനെ അറിയാനാ, നിന്റെ അല്ലേ ഫ്രണ്ട്. അങ്ങനെ തരാവേ, ഇനി വാ എന്റെ മേലെ കയറാൻ നോക്ക്. ആ കുരുപ്പിന് ഇന്നും ഓവർ വർക്കാണോ എന്തോ. എന്തോന്ന് കോല നിന്റെ മുടിയൊക്കെ ഇതേ എയറിലാ നിക്കുന്ന. ലിപ്സ്റ്റിക് ഒക്കെ ഇതേ പുറത്തായി കിടക്കുന്നു. ഫുഡ് കഴിക്കാനാ നമ്മള് പോകുന്ന. ആ മുടിയൊക്കെ ഒന്ന് ഒതുക്ക്. അത്രക്ക് പോരാ? നിന്റെ കയ്യില് ഫോൺ ഉണ്ടോ? ഒന്ന് ക്യാമറ നോക്കാൻ. ഫോണൊക്കെ ഉണ്ട്, ബട്ട് ജീവനില്ല. ബെസ്റ്റ്. നിന്നെ പോലെ തന്നെ അതിനെ കൊണ്ടും ഒരു ഉപകാരം ഇല്ലല്ലോടെ. ഓ, നിന്നെ കൊണ്ട് വലിയൊരു ഉപകാരടി നടന്നത്. ഈ ചെന്നൈയിലെ മറീന ബീച്ചിലെ അവിടെ ഒരു കൂട്ടം അണ്ണാച്ചികള് ഒരു വലിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുതലാളി എന്തായിരുന്നു? അന്നാ തെരേസയോ അണ്ണാച്ചി തെരേസയോ അങ്ങനെ ആരോ ആണെന്നാ പറഞ്ഞേ. തോന്നിയവസം പറയുന്നോ? അണ്ണാച്ചിക്ക് എന്താണ് ഒരു കുറവ്? നിനക്കേ അസൂയ അസൂയ. പിന്നെ അസൂയപ്പെടാൻ പറ്റിയ സാധനം കണ്ടുവച്ചാലും മതി. നിർത്തടാവേ, നീയേ എന്നെ കളിയാക്കിയത് മതി. എന്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞതാടേ. അതിപ്പോ
അവിടെ ഒരു കാർ ഉണ്ടോ, അതിൽ പോയി ഫേസ് നോക്ക്, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ആണോ? എന്നാലേ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ദേ പോയി ദാ വന്ന്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അണ്ണാച്ചികള് തന്നെയാടേ. പോടെ പോടെ അസൂയക്കാര. സാറേ പ്ലീസ്, ഞാൻ വരും, എന്നെയും കൂടി കൊണ്ടുപോ. കൊച്ചെ, നിനക്ക് വണ്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ എന്റെ പുറകെ വരുന്നോ? ഞാൻ പറഞ്ഞല്ലോ സാറേ, അത് അർജുന് വേണോന്ന്. അവിടെ അർജുൻ നിൽക്കുന്നു, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ശരിയാ, ഒരു മേനയില്ല, കുറച്ചൊന്ന് ടച്ച് ചെയ്തേക്കാം. കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒന്ന് കാണാവട്ടെ. ഡാനി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവനെന്താ താഴെ ഇറങ്ങാത്ത? അവരോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഇവിടെ എന്താ ചെയ്യുന്ന? അതെ. അയ്യോ സാറോ, അമ്മച്ചി. ഏയ് ഉണ്ടോ സൂക്ഷിച്ച്. അയ്യോ, അവളുടെ കൈ പിടിച്ചപ്പോ എന്റെ കൈയൊക്കെ എന്തോ വിറക്കുന്ന പോലെ, തലവേദനയ്ക്ക് കൂടുന്ന പോലെ, അതുകൊണ്ട് അറിയാതെ വിട്ടുപോയല്ലോ. എന്റെ കർത്താവേ, എന്റെ നടു. അമ്മച്ചിയെ നടു ഉളുക്കിയോ എന്തോ. രാവിലെ ഇനി എഴുന്നേക്കാൻ പറ്റുമോ എനിക്ക്? എന്തോ സോറി, പെട്ടെന്ന് എനിക്ക് കാലിന്റെ അകത്ത് നിന്ന് മര്യാദക്ക് കൈ പിടിക്കാൻ പറ്റിയില്ല, സോറി. അയ്യോ, അത് കുഴപ്പമില്ല സാറേ. സാറ് കാറിന്റെ അകത്തുണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോ ഒന്ന് കാല് തെറ്റിപ്പോയതാ. ഓ സോറി, ഇപ്പോ തനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല സാർ, ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. പിന്നെ സാറിന് നേരത്തെ ഒരുമാതിരി ടെൻഷൻ പോലെ ഇല്ലായിരുന്നോ, അത് മാറിയോ? ഏയ് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, നേരത്തെ അത് ചെറിയൊരു തലവേദന വന്നതാ, ഇപ്പോ കുറവുണ്ട്. അപ്പൊ നിനക്ക് വണ്ടി വേണം അല്ലേ? ആ വണ്ടി വേണല്ലോ. കേട്ടല്ലോ ബോസേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായ ബോസിന്? അർജുൻ. എന്താ സാറേ? നിന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്നല്ലേ പറഞ്ഞ? എന്റെ വണ്ടിയിൽ ഡിക്കിയിൽ ഒരു ബോട്ടിൽ പെട്രോൾ ഉണ്ട്, നീ അതെടുത്തോ. അല്ല സാർ, അപ്പോ സാറിന് വേണ്ടായിരുന്നോ? ആ എനിക്ക് വേണം, ബട്ട് ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള പെട്രോള് എന്റെ വണ്ടി തന്നെ ഉണ്ട്. ഇപ്പൊ നിനക്കല്ലേ ആവശ്യം, അതുകൊണ്ട് നീ വെച്ചോ. ഓ, ഇങ്ങേർക്ക് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ. കാനബുദ്ധി. അതെ, എനിക്ക് കാനബുദ്ധി തന്നെ. അല്ലാതെ നിന്റെ ബുദ്ധിയാണ് എനിക്കെങ്കിൽ ഈ സിഒ എന്നുള്ള സ്ഥാനത്ത് ഇപ്പൊ ഇവിടെ ഞാൻ ഉണ്ടാവത്തില്ലായിരുന്നു. അതും കേട്ടോ, ഇങ്ങനൊരു മനുഷ്യൻ എനിക്കും ഇതേപോലെ ഒരു ചാൻസ് തരും. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ പുറകെ നടന്ന പോലെ എന്റെ പുറകെ നടക്കും, കാണിച്ചു തരാം ഞാൻ. എന്നാ ശരി, ഞാൻ പോവാ. അർജുൻ, എനിക്ക് പെട്രോൾ ആണെങ്കിൽ വാ, വന്നെടുത്തോ. ആ ഓക്കെ സാർ. ഇതിപ്പോ എനിക്ക് ലാഭമല്ലോ. താങ്ക് യു ചിന്നമ്മ, താങ്ക് യു സോ മച്ച്. പോടാ താറാവേ, പോയി ചെന്നെടുക്ക് അങ്ങേരുടെ ഒരു പെട്രോള്. ഡാനി, എടാ എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആടാ നീ വിട്ടോ, ഞാൻ പുറകെ തന്നെ ഉണ്ടാവും. ആ ശരിടാ. എന്തോ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. ഓക്കെ സാറേ, ബൈ. ബൈ. മാറാൻ. എന്നോടാണോ? അല്ല, എന്നോടാണ് സംസാരിക്കാൻ. എനിക്കെന്താ ഭ്രാന്താണോ? മാറി കുറിപ്പേ. കലിപ്പിലാണല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്. അവളെ ഡാൻസാറ് സാറിന്റെ കൂടെ വണ്ടിയിൽ കൊണ്ടുപോണില്ല, അതാ അവളുടെ കലിപ്പ്. ഓ അപ്പടിയാ. അല്ല, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോന്ന്? എന്തോന്നാടേ നീ ചോദിച്ചു, ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്തോന്ന്? നാളെ താറാവേ, ഞാനവിടെ വീണ് നടു ഒടിഞ്ഞു നടന്നപ്പോ നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് മൈൻഡ് ചെയ്തോന്ന്? നീ വീണോ? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോടെ. ഇവൻ കണ്ടില്ലായിരുന്നോ? ഇനിയിപ്പോ കാണാത്ത പോലെ അഭിനയിക്കുവാണോ? സത്യം പറയാലോ, ആ സുന്ദരമായ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. കണ്ടായിരുന്നേ അടിപൊളിയായനെ. ഓ, അപ്പോ ഈ നാറി അത് കണ്ടിട്ടില്ല. കണ്ടായിരുന്നേ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചെനക്ക് ഒരുപ്പ്.
അല്ലടി, എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലെ? നന്നായിട്ട് വീണായിരുന്നോ? ഇല്ല ചെറുതായിട്ടൊന്ന് വീണെന്നേ ഉള്ളൂ. ഐ ആം ഫ്ലെക്സിബിളാ. ഇപ്പൊ ഫ്ലെക്സിബിൾ ആന്നൊക്കെ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ സൈഡ് എഫക്റ്റ്. പോവാൻ വരട്ടെ സാറേ, എന്നെ കൊണ്ടുപോകില്ലെന്ന് ഉറപ്പായോ? ഉറപ്പായി. ഓക്കെ, അങ്ങനെയാണ് സാറിന്റെ കൂടെ ഈ കാറില് ഞാനല്ലാതെ വേറൊരു പെണ്ണും കയറാൻ പോകുന്നില്ല. അതിന് സ്നേഹ സമ്മതിക്കത്തില്ല. സാറ് ചെവി വിളിക്കോ? ആഹാ, അങ്ങനെയാണോ? അങ്ങോട്ട് നോക്കിക്കേ. ദൈവമേ, ഡാനി സാറ് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യോ? ആരെയാടെ പി ആയിട്ട് കിട്ടേക്കുന്ന? ഇങ്ങനെ വരത്തുള്ളൂ. എന്ത് പറയാനാടെ, നിന്റെ ലേ ഫ്രണ്ട്. മോനെ നീയും നിർത്തിക്കോ. എനിക്ക് ഉറപ്പാ ഇപ്പൊ ഇവിടെ ഒരു കിസ്സിങ് സീൻ നടക്കും. അല്ല, അതിന് ഡാനി സാറിന് സ്നേഹ ഇഷ്ടാണോ? അല്ലല്ലോ അല്ലേ? മിണ്ടാതിരിയടെ, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീ അല്ല, കേട്ടല്ലോ? അതെനിക്ക് അറിയാം ബോസേ, ബട്ട് ചിലപ്പോ അതിലൊരു പങ്ക് ഞാനായെന്ന് വരും. അതുകൊണ്ട് ബോസ് ഒന്ന് സൂക്ഷിച്ചോ. നമുക്ക് കണ്ടറിയാം. ഇപ്പൊ നീ മാറാൻ നോക്ക്, എനിക്ക് ടൈമില്ല, പോണം. സാറപ്പോ ശരിക്കും പോവാണ് അല്ലേ? ആ ഫ്ലോ അങ്ങ് പോയി കിട്ടി. അല്ലേലും ഡാനി സാറ് അത്രക്കാരനല്ലാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അടക്കാക്കുരുവി മാറി നിക്ക്, ഇനി നിന്നെ തട്ടിയിട്ട് നിനക്ക് ആക്സിഡന്റ് ആവാൻ നിൽക്കണ്ട. സാറപ്പോ എന്നെ കൊണ്ടുപോയില്ലല്ലോ അല്ലേ? ഇവളെ കൊണ്ട് പോടാ കൊരങ്ങ, അങ്ങയുടെ ഒരു പൊട്ടക്കാര് കാലമാട്. പാവം, എനിക്കൊരു പണി ഇങ്ങോട്ട് തന്നതല്ലേ, തിരിച്ചൊരു പണി അങ്ങോട്ട് ഇരിക്കട്ടെ. ബോസേ, എനിക്കൊരു അവസരം വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം കാലമാട. സാരില്ല, അങ്ങേർക്ക് ജാടയാ ജാട. അതേടി അന്നമ്മ, ഇത്രയും സൗന്ദര്യമുള്ള എന്നെ അങ്ങേർക്ക് കാര്യം ചെയ്താൻ തോന്നിയില്ലല്ലോ. ദുഷ്ടൻ. എന്നാടാ താറാവേ, നീ എന്തിനാ ചിരിക്കുന്ന? അല്ല, നീ ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോ അറിയാതെ ചിരി വന്നതാ, സോറി. അന്നമ്മ നോക്ക് അവൻ പറയുന്നത്. ഒന്നാമത് എനിക്ക് കളിപ്പ് കയറി നിക്കാം, അപ്പയാ അവന്റെ ഒരു കോമഡി. മതി മതി, നമുക്ക് പോവാ, വണ്ടി എടുക്കാൻ നോക്ക്. അല്ല, ഞാനുള്ള കാര്യല്ലേ പറഞ്ഞ, അതിനെന്നാത്തിനാ ഇവളിങ്ങനെ ചൂടാവുന്ന? നിന്നെ ഉണ്ടല്ലോ താറാവിനുണ്ടായവരെ. ബെസ്റ്റ്, ചോദിച്ചു മേടിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. ചിലമ നിർത്ത്. നമ്മളെ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവാ. നിന്നെ സാറ് കൂട്ടാത്ത ദേശത്തിന് നമുക്കൊരു ബിരിയാണി കഴിച്ചേക്കാം. പോടാ മരമാത്രി, എനിക്കൊക്കെ വേണ്ട അവന്റെ ഒരു ബിരിയാണി. മന്തി. ചിക്കൻ മന്തി വിത്ത് മയോണൈസ് ആൻഡ് പെപ്സി. ഓക്കെ? ഉറപ്പാണോ? ആടെ സത്യം, ഈ അർജുന് ഒരു വാക്കിയേ ഉള്ളൂ. അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും കഴിക്കാം, ഈ എന്റെ വക. അങ്ങനെയാണെ ഓക്കെ. മന്തി എന്ന് കേട്ടാ മതി, അവള് ഫ്ലാറ്റ്. അപ്പോ നീയാ? ഞാനും. എന്നാ പിന്നെ വണ്ടി എടുക്കാന്നമ്മ, എനിക്കിന്ന് വണ്ടി എടുക്കാൻ ഒരു മൂടില്ല. എനിക്ക് തോന്നിയടേ, ഞാൻ എടുത്തോളാം. ഹെൽമെറ്റ് വെച്ചോ, കേറാൻ നോക്ക്. താങ്ക് യു. വിട്ടോ. ഞാൻ ബാക്കിലുണ്ടാവും, നിങ്ങളെ വിട്ടോ. ഓക്കേടാ, സെറ്റ്. ഒരു കോഫി ഉണ്ടാക്കിയാലോ? ദുഷ്ടൻ കാലമാട്, അങ്ങേ ഇവരുടെക്ക് മുമ്പിൽ വെച്ച് എന്നെ നാളം കെടുത്തിയില്ലേ? അപ്പോ ഈ കുരിപ്പിന് ശരിക്കും ഭ്രാന്തായിരുന്ന? അങ്ങേർക്ക് സ്റ്റെല്ല ചേച്ചി കൊണ്ടുപോകാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഞാനായതുകൊണ്ടാ അങ്ങേർക്ക് എന്താ എന്നോട് ഇത്രക്ക് ദേഷ്യം? അടങ്ങ്, ഇതെന്തോന്ന്? ആ പില്ലേക്ക് തന്നെ തരാൻ. ഇല്ല, തരില്ല. ഈ പില്ലോ അങ്ങേരാന്ന് വിചാരിച്ച് ഞാൻ അടിച്ച് കൊന്നോളാം. അത്രയ്ക്ക് ദേഷ്യാണെ നീ അങ്ങേരെ പോയിക്കോളേ. എന്റെ പില്ലോല് തൊടുന്നവരുടെ കൈയല്ല വെട്ടേണ്ടത്, തലയാ. വാ, എന്നാ വന്ന് വിട്ട് എന്റെ തല വെട്ടാൻ.
അടിക്കുന്നത്. നീ എന്താ ഇത് സൈലന്റ് മോഡിൽ ഇട്ടേക്കുന്ന? സൈലന്റ് മോഡിലായിരുന്നു. അത് ഓഫീസിൽ നിന്ന് ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കുമ്പോ ഞാൻ സൈലന്റ് ഇട്ടതാ. അത് മാറ്റാമായിരുന്നു. ആ ബെസ്റ്റ്. ഇതിപ്പോ ഇഷ്ടം പോലെ കോള് വന്ന് കാണും. ആ അല്ല, ഇപ്പൊ ആരാ വിളിക്കുന്ന? ഇപ്പൊ വിളിക്കുന്ന മിസ്റ്റർ ജോണപ്പൻ. അതാരടി? കർത്താവേ, കീരിക്കാടൻ ജോണ്. കീരിക്കാടനോ? അതേതൊരു ഫിലിമിലെ ക്യാരക്ടറിന്റെ പേരല്ലടി? കൂടെ എന്റെ ജീവിതത്തിലെ ക്യാരക്ടറാ എന്റെ അപ്പൻ. ഞാൻ ഫോണിൽ തന്നെ. ആഹാ, മൊയലാളി ജോണ്. ആഹാ, അടിപൊളി. നിന്നെ കൺട്രോൾ ചെയ്യാൻ അങ്ങേർക്കേ പറ്റത്തുള്ളൂ. കർത്താവേ, എന്താവോ എന്തോ. ഹലോ അപ്പ. ഡേ കീരിക്കാടൻ ജോണിനോട് എന്റെ അന്വേഷണം കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. പോടി, ശവത്തെ കുത്താതെ. എന്താവോ എന്തിരോ. മോളെ എത്ര നേരമായി അപ്പ വിളിക്കുന്നു, മോളെന്താ ഫോൺ എടുക്കാത്ത? അപ്പ ഫോൺ സൈലന്റിലായിരുന്നു, ഞാൻ കേട്ടില്ല, അതാ. മോളെടുത്ത് അപ്പ പറയാറില്ലേ ഫോൺ സൈലന്റിലാക്കി വെക്കരുതെന്ന്? ഇനിയിപ്പോ അതിലാരൊക്കെ വിളിച്ചു കാണും? സോറി അപ്പ, ഓഫീസിൽ നിന്ന് ഇങ്ങനെ കോള് വരുമ്പോ വർക്കൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അപ്പ സൈലന്റ് ഇട്ടതാ. പിന്നെയാണ് എന്നോട് മാറ്റാരം മാറുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇനി ഇങ്ങനെ സൈലന്റ് ആക്കിയിട്ടായിരുന്നു കേട്ടല്ലോ. ആ അപ്പ, ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല അപ്പ കുറെ തവണ വിളിച്ചായിരുന്നോ? ഏയ് ഇല്ല, അപ്പ 2 തവണ വിളിച്ചുള്ളൂ. ബട്ട് അമ്മ മോളെ കുറെ തവണ വിളിച്ചെന്ന് പറഞ്ഞു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ അപ്പ ഇപ്പൊ മോളെ വിളിച്ചത്. അയ്യോ ആണപ്പ, ഞാൻ കണ്ടില്ല. കണ്ടായിരുന്നേ ഞാൻ എടുത്തേനെ. പ്രിയമ്മ ഇപ്പൊ ആയി ടെൻഷൻ ആയി കാണും അല്ലേ അപ്പ? ഏയ് കുഴപ്പമില്ല മോളെ, മോള് കാണാത്തോണ്ടല്ലേ. മോളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ അമ്മ അങ്ങോട്ട് തിരിച്ചു വിളിക്കേ. ആ അപ്പ, അതിനാണിപ്പൊ തന്നെ വിളിച്ചോളാം. അല്ല അപ്പക്ക് സുഖല്ലേ? കഴിച്ചായിരുന്നോ? ഇല്ല മോളെ, അപ്പക്ക് കഴിക്കാൻ ടൈം ആയില്ല. ഇപ്പൊ വർക്ക് ടൈം അല്ലേ. അല്ല മോള് കഴിച്ചായിരുന്നോ? ആ ഞാൻ കഴിച്ചു. എന്നാ പിന്നെ അപ്പം പോയി വേഗം കഴിക്കാൻ നോക്ക്. എപ്പോ ഇങ്ങനെ വർക്ക് എന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആ മോളെ, അപ്പ കഴിച്ചോളാം. എന്നാ പിന്നെ മോള് വേഗം അമ്മയെ വിളിക്കാൻ നോക്ക്. അമ്മ കുറച്ച് കലിപ്പില്ല, സൂക്ഷിച്ചോ. ആണോ? പ്രിയാമ്മയുടെ കലിപ്പൊക്കെ മാറ്റാൻ എനിക്കറിയാം അപ്പാ. ആ അതെനിക്കറിയാം. അതിനെന്റെ മോള് മിടുക്കിയാണല്ലോ. പിന്നല്ല, അപ്പയുടെ അല്ലേ മോള്, മോശാവാതിരിക്കോ? ഓവ്. എന്നാ പിന്നെ മോള് വെച്ചോ, അപ്പ പിന്നെ വിളിക്കാം. ആ ഓക്കെ അപ്പ, ബൈ, ലവ് യു, ഗുഡ് നൈറ്റ്. വെക്കല്ലേ, എന്റെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ട്. പോടി, അപ്പൊ കലിപ്പിലാവാത്തത് എന്റെ ഭാഗ്യം. അപ്പയാ അവളുടെ ഒരു അന്വേഷണം. അപ്പൊ കീരിക്കാടൻ ജോണ് നിന്നൊന്നും പറഞ്ഞില്ലേ? ശേ, അത് മോശമായിപ്പോയി. എന്തല്ലേ അപ്പ, അപ്പ എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും വഴക്ക് പറയത്തില്ലേടി. അത് ശരി, ഇത്ര നേരം പേടിച്ച് മുട്ട് തീർക്കുമായിരുന്നല്ലോ. അപ്പ എന്നെ കൂളാണ് തോന്നടി, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പടിയാ, ശേ, എന്നാലും ഒന്ന് കിട്ടേണ്ടതായിരുന്നു. പോടെ പോടെ, ഇനി രണ്ട് പ്രിയാമി ഒന്ന് വിളിക്കട്ടെ. കൊറേ നേരായി തോന്നുന്നു പുള്ളി വിളിക്കുന്നേ. ആഹാ, അമ്മ വിളിക്കാൻ പോവാ. എന്നാ പിന്നെ എനിക്ക് കൂടി തരണേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ആലേക്കാം, പ്രിയാമ്മയുടെ മിസ് കോള് ഇതിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ആള് കലിപ്പിലാവും. അതൊന്നും കാര്യലടി, പ്രിയാമ്മ എത്ര നല്ലതായാലും ഷൂ അത്രേ ഉള്ളൂ. ആ പെണ്ണിങ്ങോട്ടേക്ക് വിളിക്കട്ടെ, കാണിച്ചു കൊടുക്കാം. അമ്മ, പൂമുഖത്ത് ഒരു ബ്ലാക്ക് ടീയാ? നേരെ എടുത്ത് കുടിക്കാൻ നോക്കടാ, അവന്റെ ഒക്കെ ഒരു ബ്ലാക്ക് ടീ. എന്താണ് മിസ്സസ് ജോൺ, കലിപ്പിലാണല്ലോ. എന്തു പറ്റി? ഒരു ബ്ലാക്ക് ടീ അല്ലേ ഉണ്ടാക്കി തരാൻ പറഞ്ഞുള്ളൂ. ദേബി, ബ്ലാക്ക് ടീ ഒക്കെ ആ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇനി അത് ഞാൻ എടുത്തു തരണോ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താണോ എന്തോ. ആ പെണ്ണിന് വന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ല. വർക്ക് ടൈമിലൊന്നല്ലല്ലോ ഞാൻ വിളിക്കുന്ന. പിന്നെ എന്താ അതിന് ഫോൺ എടുത്താല്? ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ, രണ്ട് പറയുന്നുണ്ട് ഞാൻ. ഓ, അപ്പൊ ചിഹ്നമാണ് കാര്യം. അമ്മ അവളെ ചിലപ്പോ ബാത്റൂമില് മറ്റുമായിരിക്കും, തിരിച്ച് വിളിക്കുമായിരിക്കും. അവളെന്താ ബാത്റൂമിൽ പ്രസവിക്കുവാണോ? എത്ര നേരം കൂടി ഞാൻ വിളിക്കുക? 5 മണിക്ക് വിളിക്കാൻ തുടങ്ങിയത് ഞാൻ. അമ്മ 5 മണിക്ക് അവൾ ഓഫീസിലാവും. ഒരു 6:30 ആവും അവള് തിരിച്ച് വീട്ടിലെത്താൻ. ആ എന്താ അവൾക്ക് ഇത്ര മിസ് കോൾ വേണ്ട, ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? അഹങ്കാരി അവള്, അഹങ്കാരി. ആ അമ്മയുടെ അല്ലേ മോള്, അഹങ്കാരി ആയില്ലേരെ അത്ഭുതമുള്ളൂ. ദേബി പൊക്കോണം, അല്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് കയറി നിക്ക. എന്നതായത്? ഇവിടുന്ന് ഇപ്പോ എസ്കേപ്പ് ആവുന്നത് നല്ലത്. ഇവിടെ ഇപ്പൊ നിന്നാ എനിക്ക് ഡേഞ്ചറാ. കാന്താരി, ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ അവള്, രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അതൊക്കെ ശരിയാ, എന്നാലും എനിക്കൊരു പേടി. പ്രിയാമ്മ കലിപ്പിലാവോ? നോ പേടി, നമ്മുടെ പ്രിയാമ്മയല്ലേ, നീ വിളിക്കങ്ങോട്ട്. നോക്കട്ടെ. വിളിക്കുന്നുണ്ടല്ലോ കാന്താരി. ഓയ്
പ്രിയമ്മ എപ്പിടെ ഇരിക്കെ എന്നൊക്കെ ஞாபகம் ഇരിക്കും അങ്കിൾക്ക്. കൊച്ചെ മിണ്ടാതിരുന്നോ, അവളുടെ ഒരു ஞாபகம். നീ എവിടെ പോയി കിടക്കുവാന്ന് ചിന്നു? നീ ആരെ കെട്ടിക്കാൻ പോയതാ? ആ ബെസ്റ്റ്, നിന്നെക്കാളും വലിയ തെറിയാണല്ലോടെ. മിണ്ടാതിരിയടെ അമ്മ, ഞാൻ കേട്ടില്ല, ഫോണ് സൈലന്റിലായിരുന്നു. ആഹാ, അടുത്ത കുട്ടിക്കുരിപ്പും ഇരിപ്പുണ്ടോ? ആ ബെസ്റ്റ്. സ്വാഭാവികം. അല്ല അമ്മ, വേറെന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ കഴിച്ചായിരുന്നോ? ഇല്ലടി, കഴിച്ചില്ല. നീ വന്ന് കഴിപ്പിക്ക്, വായോ. പ്രിയമ്മ കൂൾ. അമ്മയുടെ സൗന്ദര്യത്തെ ഈ ദേഷ്യമൊന്നും ചേരത്തില്ല അല്ലേടി? പിന്നല്ലാതെ പ്രിയാമ്മയുടെ ഐശ്വര്യത്തിന്റെ രഹസ്യം തന്നെ ആ ചിരിയല്ലേ? പിന്നല്ലാതെ എന്റെ അമ്മ ആ വീടിന്റെ വിളക്കല്ലേ, നിലവിളക്ക്. ആ, അത് നിങ്ങൾ പറയണ്ട, എനിക്കറിയാം. അച്ഛോ സോറി അമ്മ, ഫോണ് സൈലന്റിലായിരുന്നു. ഓഫീസിൽ നിന്ന് കോള് വരുമ്പോ ഞാൻ സൈലന്റ് ഇട്ടതാ. പിന്നെയാണ് എന്നോട് മാറ്റാൻ മറന്നു, അതാ പറ്റിയത്. അല്ലാതെ എന്റെ പ്രിയാമ്മയുടെ കോള് ഞാൻ എടുക്കാതിരിക്കോ? സത്യം തന്നെ അല്ലേ ചിന്നു? അല്ലാതെ നിനക്കവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മ. ഇപ്പൊ ഫോണ് നോക്കിയപ്പോ ഇതില് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഇനി അവരുടെയൊക്കെ വായെന്ന് ഞാൻ കേൾക്കണം. കേട്ടോ കേട്ടോ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നീ കോൾ എടുക്കാത്തത് കണ്ടപ്പോ മനുഷ്യൻ ഇവിടെ തീ നിന്നുമായിരുന്നു. ആ അമ്മ, വന്ന് വന്ന് ഇവക്കിപ്പോ ഒരു ശ്രദ്ധയില്ലാതെ വരുവാ. ആന്ന് മോളെ, നീ ഉണ്ടല്ലോ അവളുടെ കൂടെ. ഇനി ചിന്നുനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, കേട്ടല്ലോ? പിന്നെ അക്കാര്യം നനയിച്ചു, അമ്മ പേടിക്കണ്ടേ? മതി കേട്ടോ, തന്നെ. പിന്നെ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ മിസ്റ്റർ പ്രൊഫസർ അബിൻ? ഞാനിവിടെ ഉണ്ടടി. എന്താണ് നിന്റെ പരിപാടി? ഇപ്പൊ ഇങ്ങോട്ട് വിളിയൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ പ്രൊഫസറെ, ഐ ആം സോ ബിസിയാ. ഓഫീസിൽ പോകുന്നത് വർക്ക് ചെയ്യാനായിരിക്കണം. എന്തേലും കൊനിഷ്ഠ പരിപാടി അവിടെ ഒപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ എനിക്കറിയാലോ ചിന്നു. പിന്നെ നീ എന്തിനാടാ കോളേജിൽ പോകുന്നത്? പഠിപ്പിക്കാനാണോ അതോ? സ്പീക്കറില്ല മുത്തേ, ഫോണ് സ്പീക്കറില്ല. ആ മൂവി നീ കണ്ടായിരുന്നോടി? ഓഹോ, ഇല്ല പ്രൊഫസറെ, ഞാൻ കണ്ടില്ല. പ്രൊഫസർ കണ്ടായിരുന്നോ? ആഹാ, നിന്റെ അഭിയേട്ടനാള് കൊള്ളാലോടി. ആരാടി അത്? അന്നാണോ? ആ അതെ പ്രൊഫസറെ. പ്രൊഫസറിന് സുഖം തന്നെ? ഓ സുഖം സുഖം. അവിടെയോ? ആ സുഖാന്ന് പറയാം പ്രൊഫസറെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ആ ബെസ്റ്റ്. ഒന്നുമില്ല പ്രിയമ്മ, അവള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ആടി, നീ എന്നോട് അല്ലേലും ഒന്നും പറയത്തില്ല. നീ അന്നക്ക് ഫോൺ കൊടുക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ. ഇങ്ങനത്തെ ആടി ഫോണ്. ഇനി നമ്മൾ കുറച്ച് പേസട്ടെ. ഹലോ